അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ കരുതിയത് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തെക്കാൾ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഒപ്പം നിൽക്കുമെന്ന് കരുതിയ ആ നീക്കം പിഴച്ചുപോയി എന്നുള്ളത് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ പിഴച്ചത് ഏതെങ്കിലും തരത്തിൽ UDF പോയി എന്നുള്ളതല്ല, ഇതിനൊരു അപകടം സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതാണ് പിണറായി സർക്കാർ എന്നൊരൊറ്റ നെറേറ്റീവ് മതി 2020-ലെയും 2021-ലെയും വോട്ട് ബാങ്ക് മൊത്തം പൊളിഞ്ഞടിക്കാൻ. മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പണി നന്നായിട്ടെടുക്കാൻ കഴിയുന്ന BJP അത് ക്യാപിറ്റലൈസ് ചെയ്യും. അതിന്റെ ഫലമാണ് നമ്മൾ കണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യമായി മാറുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിനൊരു പോക്കേ. ഞാൻ ഭയക്കുന്നത് ഈ പിണറായി സർക്കാർ മാറി VD സതീശൻ അധികാരത്തിൽ 2026-ൽ വരും എന്നുള്ളതിനെ ഞാൻ ഭയക്കുന്നതേയില്ല. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ. അപകടം എന്ന് പറയുന്നത് തലസ്ഥാനം ഇന്നിപ്പോൾ BJP പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ നീക്കമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. തല വീണാൽ ഉടൽ വീഴും എന്നുള്ളതാണ്. ഉടൽ വീഴുന്നതിന് മുൻപ് ആ 2026-ൽ പിണറായി വിജയന് പകരം VD സതീശൻ മുഖ്യമന്ത്രി ആയാലും 2031-ൽ സംഭവിക്കാൻ പോകുന്നത് അവിടെ മുഖ്യ പ്രതിപക്ഷമായി BJP ഉണ്ടാവുകയും 2036-ൽ BJPയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരികയും ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ഭയപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇടതിന്റെയും ഐക്യജനാധിപത്യത്തിനും ഭയക്കുന്നത് BJPക്ക് കാരണമുണ്ട്. സമാധാനത്തോടു കൂടി വാങ്ക് വിളിയും അയ്യപ്പനെ അതെല്ലാം അവിടെ ഉണ്ടാവും. സ്വർണ്ണപ്പാളി എന്തായാലും താങ്കൾ ഇല്ലാത്ത കാര്യം പറഞ്ഞു. 2036-ൽ BJP അധികാരത്തിൽ വന്നാൽ എന്താണ് കണ്ടത്. നിങ്ങളുടെ ഫ്രീ സ്പീച്ച്, നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള സംസാരം, നിങ്ങളുടെ മതേതരത്വമായിട്ടുള്ള ഒരു സെക്യുലർ ഫാബ്രിക് അത് തകർന്ന് തരിപ്പണമാവും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ സമീപനം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ BJPയുടെ വോട്ട് ബാങ്കിൽ ഒരു വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ, അതിനൊരു ഏണിയായി മാറുകയാണെങ്കിൽ, അതാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. BJPയുടെ വളർച്ച തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് അതിഭയാനകമായ വളർച്ച നേടിയിരിക്കുന്നോ BJP വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നോ എന്ന് എനിക്ക് അഭിപ്രായമില്ല. കോർപ്പറേഷന്റെ കാര്യത്തിൽ ശരിയാണ്, 59-ൽ നിന്ന് അത് 93-ആയിട്ട് മാറിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ 265 വാർഡുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഓർമ്മിക്കണം, അപ്പോഴും 2000 വാർഡിലേക്ക് കടക്കാൻ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞിട്ടില്ല. തലസ്ഥാനം വീണത് ചെറിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നില്ല. പോയി ചത്തുടടാ. ഒരു BJPയുടെ മേയർ തിരുവനന്തപുരത്ത് വരുന്നു എന്നുള്ളത് ആ അർത്ഥത്തിൽ സെക്യുലർ കോർപ്പറേഷൻ വീട് തലസ്ഥാനം അതാണല്ലോ. ഇപ്പൊ ബാംഗ്ലൂർ പിടിക്കുന്നതോടുകൂടി കർണാടക പിടിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. ആദ്യം വോട്ടുകളാണ് BJPയിലേക്ക് പോകുന്നത് എന്ന സുജിയുടെ നരേഷനെ ഞാൻ പിന്താങ്ങുന്നുണ്ട്. വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി. അതിനൊരു ഉദാഹരണം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭയക്കേണ്ട ബാക്കി പത്രം. അത് കണ്ണൂരിൽ നിന്നുള്ള കണക്കാണ്. ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. കണ്ണൂരിൽ CPMന്റെ 2 കോട്ടകൾ, അതിലൊന്ന് പാപ്പിനിശ്ശേരിയും മറ്റൊന്ന് ചിറ്റാരിപ്പറമ്പുമാണ്. ഈ പാപ്പിനിശ്ശേരിയിലും ചിറ്റാരിപ്പറമ്പിലും ഒരിക്കലും BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ലെന്ന് കരുതി അവിടെ ഓരോ വാർഡുകൾ വീതം BJP ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇടത് കോട്ടയാണ് എന്ന് ഓർമ്മിക്കണം. എന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല, അന്വേഷിച്ചോണ്ടിരിക്കുന്നതാണ്. കൂടുതൽ വിശദീകരിക്കണോ? നമ്മൾ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുൻപേ കണ്ടതാണ് പെൻഷനും ക്ഷാമബത്തയും ഉൾപ്പെടെയുള്ളവ കൂട്ടുന്നത്. മാത്രമല്ല സ്ത്രീകൾക്കായിട്ടുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നു, യുവാക്കൾക്കുള്ള സ്കോളർഷിപ്പ്. ഇത്രയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒക്ടോബർ ലാസ്റ്റ് വീക്കാണ് ഇതിൻ്റെ ഒരു പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ ഇത്രയും മതി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ. ഇതായിരുന്നു LDFന്റെ തന്ത്രം എന്നാണ് ഞാൻ കരുതുന്നത്. അതിനെ തന്ത്രം എന്നുള്ള വാക്കുകൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാൻ അതായിരുന്നു? ആ ഒരു പ്ലാൻ പാളിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മറുഭാഗത്താണെങ്കിൽ UDFന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തിരിച്ചടിയാകുമെന്ന് കരുതി, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉയർത്തുന്നു. അതിലെല്ലാം ഒന്ന് പതറി നിൽക്കുകയാണ് UDF എന്നുള്ളതായിരുന്നു പുറത്തെ കാഴ്ച. എന്നാൽ ആ പുറത്ത് കണ്ട കാഴ്ചയായിരുന്നില്ല അടിത്തട്ടിൽ നടന്നിരുന്നത്, അല്ലെങ്കിൽ അടിത്തട്ടിൽ ജനങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനം ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോയി. കാരണം അവരുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഈ മിനി ബജറ്റ് അവര് തൊട്ടിട്ടേ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ സേഫ് സോൺ, 3ാം ടൈമിലേക്കുള്ള ട്രാക്ക്, ഇതെല്ലാം കരുതി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഈ രീതിയിൽ ജനം സർക്കാരിന്റെ കാലുവാരുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. അവിടെ എന്ത് തന്ത്രം പ്രയോഗിച്ചിട്ടും ഒരു കാര്യവുമില്ല. ജനം ഇങ്ങനെയെല്ലാം, ജനത്തിന്റെ മെമ്മറി ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും എന്ന് കരുതിയിടത്ത് പാർട്ടിക്ക് തെറ്റിയിട്ടുണ്ട്. മെമ്മറി ഷോർട്ട് ലിവ്ഡ് അല്ല. പഴയ കാര്യങ്ങളും ഇങ്ങനെ അവരിലേക്ക് ഇങ്ങനെ ഓർത്തോർത്ത് അവരത് എടുത്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ജനവിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്വർണ്ണപ്പാളി ചർച്ചയാകില്ല എന്ന് കരുതിയിടത്ത് തെറ്റിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിലെ ഒരു വലിയ വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ
വന്നത് സ്വർണ്ണപ്പാളി തന്നെയാണ്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ അത് യഥാർത്ഥത്തിൽ ഈ ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണല്ലോ സേഫ് സോണിലാണെന്ന് കരുതിയത്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ വിശ്വാസികളുടെ ക്ഷമ പരീക്ഷിച്ചു. അതിനവർ നല്ല തിരിച്ചടി വോട്ടിലൂടെ കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ. നന്നായി. ഇനി നഗരസഭകളിൽ ആകെ ഉള്ള സീറ്റുകളുടെ 10% ഇപ്പോൾ BJP സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പല സീറ്റുകളും ഇപ്പോൾ BJPയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുക. 10% ആണ്. 324 65 നഗരസഭകളിലാണ് BJP ഉള്ളത്. അതൊരു ചെറിയ കണക്കല്ല. 324 വാർഡുകൾ 65 നഗരസഭകളിലായി BJPയുടെ കയ്യിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഭരണത്തിലേക്ക് എത്തും. പക്ഷേ കോഴിക്കോട്ടും സംഭവിച്ചിരിക്കുന്നത് വലിയ തകർച്ചയാണ്. അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് തോറ്റത് എന്നുള്ളത്. ഇവിടെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം, തിരുവനന്തപുരത്തെ ഓരോന്നായി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ പരിധിയിൽ വരുന്നത് വട്ടിയൂർക്കാവ്, നെടുമങ്ങാട്, കഴക്കൂട്ടം, തിരുവനന്തപുരം ഇതാണ്. അതിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളിൽ കടകംപള്ളി വാർഡ് വരെ BJP ആണ് പിടിച്ചിരിക്കുന്നത്. കമലേശ്വരം നമ്മൾ വോട്ടെണ്ണുന്ന വേളയിൽ പറഞ്ഞു കമലേശ്വരം ഒന്നും ഒരിക്കലും CPIയിൽ നിന്ന് പോകില്ല. അത് കമലേശ്വരവും BJPയുടെ കയ്യിലാണ്, ആറ്റുകാലും BJPയുടെ കയ്യിലാണ്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം, വട്ടിയൂർക്കാവിൽ ആര് നിന്നാലും വിജയിക്കില്ല, അത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് 8 നിന്ന് 11 അവിടെയും കൂടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. വട്ടിയൂർക്കാവും കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും CPIന്റെ വാർഡുകളിലേക്കാണ് കടന്നു കയറാൻ കഴിഞ്ഞിരിക്കുന്നത്. നേമത്തും അതെ, നേമത്തും 14 നിന്ന് 17 വാർഡുകളുടെ എണ്ണം കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4.5 പതിറ്റാണ്ട് നീണ്ട ഒരു ഭരണം അത് എത്രത്തോളം ജനങ്ങൾ വെറുത്തു എന്നുള്ളതാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ജനം വിധി എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ന്യൂനപക്ഷം അകന്നു, ഇപ്പോൾ ഭൂരിപക്ഷവും അകന്നു. ഇപ്പോൾ ആരാണ് ഇടതുപക്ഷത്തിന്റെ കൂടെയുള്ളത്? ഇവിടെ ഈ ആത്മവിശ്വാസ ക്യാപ്സൂളുമായി ഇനി അടുത്ത 4 മാസക്കാലം പണിയെടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പണി പാളുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അതല്ല നിലവിലത്തെ സാഹചര്യം, അതല്ല. 2010 NDA എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല, BJP എന്ന് പറയുന്ന ഫാക്ടർ നിങ്ങൾക്ക് ഇത്രയും വെല്ലുവിളിയായി അവിടെ ഇല്ല എന്നത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി പരാജയം വിലയിരുത്തി തിരുത്തിയാൽ തിരിച്ചു വരാൻ കഴിയും. കാരണം UDF-നേക്കാൾ ഇവിടെ ഭയക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടുകൾ കൊണ്ടുപോകുന്നത് BJP ആണ്. അത് CPIM ആദ്യം മനസ്സിലാക്കണം. കാരണം നഗര കേരളത്തിലെ ശക്തമായ മുന്നണിയായി വളർച്ച കൈവരിക്കുന്നത് BJP ആണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Wow.